നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ഒരു സൂപ്പർ ലേഡിയാണേ കത്തിരിക്ക അല്ലെങ്കിൽ വഴുതന. ദേ ഇവരെ ഞാൻ ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെയാണ് നട്ടിട്ടുള്ളത്. ഉണ്ടക്കത്തിരി അധികം പൊക്കം വെക്കാതെയാണ് വളരുന്നത്. ദേ എന്നാല് നീളം വഴുതന നന്നായി പൊക്കം വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിലൊക്കെ തന്നെ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ട്. ദേ കണ്ടോ, ഇതിങ്ങനെ പച്ച നിറത്തിൽ നിൽക്കുന്നത് തന്നെ എന്തോരം ഭംഗിയാണ്. നല്ല ആരോഗ്യത്തോടെ പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് അടിവളമായിട്ട് ജൈവവളം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാണകവും ഒക്കെ തന്നെ. അതുപോലെ നമുക്ക് വളരുന്നതിനനുസരിച്ച് ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 വർഷം വരെ ഇതിൽ നിന്ന് നമുക്ക് നന്നായി വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സുന്ദരികളുടെ പേരാണ് ഹരിത, സൂര്യ, നീലിമ. ദേ ഇത് നീലിമ. ഇത് ഒരുപാട് വിളവെടുത്താണ് കേട്ടോ. കൊമ്പ് കോതി വീണ്ടും തളർത്ത് കായൊക്കെ പിടിച്ചു നിൽക്കുവാണ്. പിന്നെ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ചൂടിലെ നന്നായി ചെയ്യേണ്ടത് 2 നേരവും നനയ്ക്കലാണ്. ഈ കൊടും ചൂട് നമുക്ക് പോലും താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് വ്ളാത്താങ്കര ചീരയാണ്. 6-7 തവണ വിളവെടുത്ത് വീണ്ടും വളർന്നിട്ടുണ്ട്. അപ്പോൾ വളപ്രയോഗത്തിനൊപ്പം തന്നെ നന്നായി വെള്ളം കൊടുത്ത് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായി തണുപ്പിക്കുക. ഇവർക്കൊപ്പമുള്ള കുറേ നേരം ഉണ്ടല്ലോ, അതാണ് കൂട്ടരെ എന്റെ എനർജിയും.